Good evening all. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നതായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്. ഇനി നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. റിട്ടയർമെൻറ്റ് എന്ന വേർഡ് നമുക്കൊക്കെ ഫെമിലിയറാണ്, ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് കോംപ്ലക്സിറ്റീസാണ് അറൈസ് ചെയ്യുന്നത്, എന്തൊക്കെ അക്കൗണ്ടിങ് സങ്കീർണതകളാണ് ഉയരുന്നത്, ആ സങ്കീർണതകൾ എങ്ങനെ പരിഹരിക്കാനാവും എന്നതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെയുള്ള പഠനം. ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ പോകുമ്പോൾ ബിസിനസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുള്ളത്? ഒന്നാമത്തെ പ്രശ്നം, ഇനി അങ്ങോട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിസൈഡ് ചെയ്യണം. എയും ബിയും സിയും പാർട്ട്നേഴ്സാണ്. അവർ 2:1:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ ഇതുവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സി എന്ന് പറയുന്ന പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, പിരിഞ്ഞു പോകുന്നു. അയാൾ ഇനി മുതൽ അങ്ങ് പാർട്ട്ണറല്ല. ആ സമയത്ത് എന്തായിരിക്കും അവരുടെ ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എയുടെയും ബിയുടെയും? അത് ചിലപ്പം ആദ്യത്തെ റേഷ്യോ ഏതാണ്? 2:1:1. അപ്പോൾ അവസാനത്തെ ആളാണ് സി. 1/4 ആൾ പോകുന്നു. ബാക്കി വേണമെങ്കിൽ എക്കും ബിക്കും 2:1 എന്നുള്ള റേഷ്യോയിൽ അവർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അവരുടെ റിലേറ്റീവ് റേഷ്യോ മാറുന്നില്ല. ഓൾഡ് റേഷ്യോ എന്തായിരുന്നു? A:B:C, 2:1:1. അതിൽ അവസാനത്തെ ആളാണ് പോയത്, ബാക്കിയുള്ളത് 2:1. അപ്പോൾ അവരുടെ ഓൾഡ് റിലേറ്റീവ് റേഷ്യോയും ന്യൂ റിലേറ്റീവ് റേഷ്യോയും സെയിം ആയി തുടരുന്നു. ഇനി അതല്ല, അവർ തീരുമാനിക്കുകയാണ് ഇനി മുതൽ അങ്ങോട്ട് 2:1 അല്ല, ഇനി മുതൽ ഈക്വലായി ഡിവൈഡ് ചെയ്യാം പ്രോഫിറ്റ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ 1:1. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാറുണ്ടായിരുന്നൊരു എക്സാമ്പിൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് പ്രോഫിറ്റിനെ നമുക്കൊരു കേക്കിനോട് ഉപമിക്കാം. അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള സിറ്റുവേഷനിൽ ആ കേക്കിൻ്റെ ഗുണഭോക്താവാൻ, ആ കേക്കിൻ്റെ ഒരു പീസിന് അർഹത നേടിക്കൊണ്ടൊരു പുതിയ പാർട്ട്ണർ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ആ കേക്കിൻ്റെ ഒരു പീസിൻ്റെ അവകാശി സ്ഥാപനത്തിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ആ കേക്ക് ആർക്കുള്ളതാണ്? അയാളുടെ കേക്കിൻ്റെ ഷെയർ ആർക്കുള്ളതാണ്? അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഷെയർ ആർക്കുള്ളതാണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിനുള്ളതാണ്, സ്ഥാപനത്തിൽ തുടരുന്ന പാർട്ട്നേഴ്സിനുള്ളതാണ്. അപ്പോൾ അവർ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡ്മിഷൻ്റെ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇവിടെ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് എ പീസ് ഓഫ് കേക്ക്, അല്ലെങ്കിൽ അതിലുള്ളൊരു ഷെയർ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗെയിനിങ് റേഷ്യോ ആണ്, സാക്രിഫൈസിങ് റേഷ്യോ അല്ല. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, റീവാലുവേഷൻ, ദെൻ ഈ കേസിൽ പ്രോഫിറ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, ദെൻ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്ര, അത് ഏത് വിധത്തിലാണ് കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അതല്ല അയാളോടുള്ളൊരു ലോണായിട്ട് നിലനിർത്തുകയാണോ, ഇങ്ങനെ തുടങ്ങിയ ഒരു പിടി പ്രശ്നങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ അറൈസ് ചെയ്തേക്കാം. ഈ പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ തിരിച്ചറിയുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ മനസ്സിലാക്കുകയുമാണ് ഈ ചാപ്റ്ററിൻ്റെ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. Okay. So the meaning of retirement of a partner, withdrawal of a partner from the partnership with the consent of other partners or as per the provisions of the partnership deed or by giving notice of retirement is termed as retirement of a partner. ഇപ്പോൾ ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു, അയാൾ സ്വമേധയാ വിഡ്രോ ചെയ്യുന്നു.
വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി, അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച്, അതല്ലെങ്കിൽ അയാൾ വിരമിക്കാൻ പോവുകയാണ് എന്നുള്ള അറിയിപ്പ് മറ്റുള്ള പാർട്ട്നേഴ്സിന് നൽകിക്കൊണ്ട്, ഈ പല വിധത്തിൽ പല മോഡ് ഓഫ് റിട്ടയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു നിർവചനമാണിത്. എന്താണ് റിട്ടയർമെൻറ്റ് ചോദിച്ചാൽ വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ആണിത്. വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, ഓർ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്, or by giving notice of retirement is termed as retirement of a partner. A partner who cut his connection with a firm is called a retiring partner or outgoing partner. ആരാണോ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സ്ഥാപനത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് അയാളാണ് റിട്ടയറിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ട്ണർ. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം as the original agreement between the partners comes to an end. അപ്പോൾ റിട്ടയർമെൻറ്റും എന്തിനു വഴിയൊരുക്കും? റീകോൺസ്റ്റിറ്റ്യൂഷന് വഴിയൊരുക്കും. എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ, പാർട്ട്ണർഷിപ്പ് ഈസ് എൻ എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ആദ്യം അത് മൂന്നാളുകൾ തമ്മിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് മൂന്നാളുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് രണ്ടാളുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ എഗ്രിമെൻറ്റിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അത് റീകോൺസ്റ്റിറ്റ്യൂഷന് വഴിയൊരുക്കുന്നു. ദ ബിസിനസ് മേ കണ്ടിന്യൂ വിത്ത് എ ന്യൂ എഗ്രിമെൻറ്റ് വിത്ത് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ എയും ബിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുതിയൊരു എഗ്രിമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ബട്ട് വെൻ എ പാർട്ട്ണർ റിട്ടയേഴ്സ്, ഹിസ് ഷെയർ ഇൻ ദി ഫേം ഈസ് ടു ബി കറക്റ്റ്ലി അസർട്ടൈൻഡ് ആൻഡ് സെറ്റിൽഡ്. ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഷെയർ കൃത്യമായി അസർട്ടൈൻ ചെയ്യുകയും എത്രയാണെന്ന് കണ്ടെത്തുകയും അയാൾക്ക് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തുകയും വേണം. അയാൾക്ക് കൊടുക്കാനുള്ള തുക കൃത്യമായി കൊടുക്കുകയും വേണം. അത് നിർബന്ധമാണ്. റിട്ടയർമെൻ്റ് ഒക്കെ 4 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഒരാൾ പിരിഞ്ഞു പോകും. റൈറ്റ്സ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. എ റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഹിസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്? പിരിഞ്ഞു പോകുന്ന ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്? ഒന്ന്, അയാളുടെ മൂലധനം തിരിച്ചു കിട്ടണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടണം. മൂലധനത്തിൻ്റെ മുകളിൽ പലിശയ്ക്ക് വ്യവസ്ഥയുണ്ടെങ്കിൽ അത് കിട്ടണം. റീവാലുവേഷൻ പ്രോഫിറ്റ്, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അത് കിട്ടണം. ഷെയർ ഓഫ് പ്രോഫിറ്റ്, സ്ഥാപനം ലാഭമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ലാഭത്തിലൊരു പങ്ക്. അയാൾ പിരിഞ്ഞു പോകുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 3 മാസത്ത്, 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 6 മാസം വരെയുള്ള ലാഭത്തിലെ പങ്ക് അയാൾക്ക് ലഭിക്കണം up to the date of his retirement. Similarly, അപ്പോൾ ഈ അവകാശം മാത്രമല്ല ഉള്ളത്, അയാൾക്ക് കുറേ ബാധ്യതകളുമുണ്ട്. എന്തൊക്കെയാണ് ബാധ്യതകൾ? Similarly, he is liable for his share in all the losses like accumulated losses, revaluation loss, drawings, interest on drawings, share of current year's loss up to the date of retirement, drawings, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിലൊക്കെ അയാൾക്ക് ബാധ്യതയുണ്ട്. എന്തിലൊക്കെയാണ്? അപ്പോൾ അയാൾക്ക് കിട്ടാനുള്ളതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ. അയാൾക്ക് സ്ഥാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബാധ്യതകളും അയാൾ ഷോൾഡർ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ ഇതുവരെ ഉള്ള അക്യുമുലേറ്റഡ് ലോസസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സാധാരണ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് പ്രോഫിറ്റ് ആണല്ലോ, അത് ലയബിലിറ്റി സൈഡിലാണല്ലോ കാണിക്കാറുള്ളത്. പക്ഷേ ലോസ് ആണെങ്കിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ റീവാലുവേഷൻ ലോസ് ഉണ്ടെങ്കിൽ അത് വഹിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്, അതേപോലെ ആ ഒരു വർഷം തുടങ്ങിയ ഒരു 4 മാസം പിന്നിട്ടിട്ടുണ്ട്, പക്ഷേ ആ 4 മാസം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതുവരെയുള്ള നഷ്ടത്തിലെ പങ്ക് വഹിക്കാനും അയാൾ തയ്യാറാവണം. ടിൽ ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. He is not liable for any loss incurred by the firm after his retirement. എന്നാൽ അയാൾ എന്തിന് ഉത്തരവാദിയല്ല? അയാൾ പിരിഞ്ഞു പോയതിന് ശേഷം സ്ഥാപനത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അതിലൊരു പങ്കാളിയാവാൻ അയാൾ തയ്യാറാവേണ്ടതില്ല. കാരണം ലീഗലി അയാൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല. ഇനി എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ അറൈസ് ചെയ്യുന്നത് എന്നാണ്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. നേരത്തെ പറഞ്ഞല്ലോ, ഗെയിനിങ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ പുതിയ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ മീൻസ് പിരിഞ്ഞു പോയതിനു ശേഷം റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദെൻ ഗെയിനിങ് റേഷ്യോ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ,
കഴിഞ്ഞതിലുള്ള പോലെ തന്നെ ഇവിടെയും ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞതിൽ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ ഷെയറിംഗ് ഗുഡ്വിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു പോകുന്ന പാർട്ട്ണർക്ക് അയാളുടെ ഷെയറിംഗ് ഗുഡ്വിൽ കൊടുക്കുകയാണ് വേണ്ടത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ജനറൽ റിസർവ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓൺ ദി ലയബിലിറ്റി സൈഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓൺ ദി അസറ്റ് സൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. റീവാലുവേഷൻ്റെ കേസ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അയാൾ പിരിഞ്ഞ ദിവസം വരെയുള്ള ലാഭവും നഷ്ടവും കണക്കാക്കൽ, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്ണർ. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എത്ര രൂപ കൊടുക്കണം എന്ന് കണക്കാക്കൽ, സെറ്റിൽമെൻറ്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ, അയാൾക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ ക്രമീകരണം ഏർപ്പെടുത്തുക. അതായത് ചിലപ്പോൾ അയാളുടെ ഒരു ലോണാക്കി വെക്കും, കാരണം സ്ഥാപനത്തിന് പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ അയാൾക്കുള്ളൊരു ലോണാക്കി വെച്ച് കുറച്ച് കാലം കൊണ്ട് കൊടുത്തു തീർക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യലും അക്കൗണ്ട് ചെയ്യലുമാണ് 7ാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽസ് ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ക്യാപിറ്റലും അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ അഡ്മിഷൻ്റെ സമയത്ത് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും അത് പോസിബിളാണ്. ചില ആളുകൾക്ക് അധിക മൂലധനമുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം, കുറച്ച് മൂലധനമാണുള്ളതെങ്കിൽ അവർ കൊണ്ടുവരേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്മിഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലെ 80%. ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പഠിച്ച ആളുകൾക്ക് വളരെ സുഖമായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. അതിൽ ഓരോരോ അക്കൗണ്ടിങ് കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇനി അങ്ങോട്ട് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ 1ാമത്തെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ദ ബിസിനസ് കണ്ടിന്യൂസ് വിത്ത് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യും, തുടരുന്നു. അപ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സുമായിട്ട് ബിസിനസ് തുടരുന്നു. ന്യൂ റേഷ്യോ എന്താണ്? അപ്പോൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള റേഷ്യോ ആണല്ലോ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈസ് നോൺ ആസ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇതിനാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. തുടരുന്ന പാർട്ട്നേഴ്സ് ഏത് രീതിയിലാണോ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് റേഷ്യോയിലാണോ ആ റേഷ്യോയ്ക്കാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഗെയിനിങ് റേഷ്യോ, ഇതൊരു ന്യൂ ടേം ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതുവരെ നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം പഴയ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണർ അയാളുടെ പ്രോഫിറ്റ് ഷെയർ സ്ഥാപനത്തിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അയാളുടെ ഷെയർ ഇൻ പ്രോഫിറ്റ് അതിൻ്റെ പ്രൊപ്പോർഷൻ സ്ഥാപനത്തിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അതിനി ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സിന്, തുടരുന്ന പാർട്ട്നേഴ്സിനുള്ളതാണ്. അപ്പോൾ പിന്നെ അവർ ഏതനുപാതത്തിലാണ് അയാൾ സ്ഥാപനത്തിൽ ഉപേക്ഷിച്ച് പോയ ആ കേക്കിൻ്റെ കഷണം, ആ പ്രോഫിറ്റിൻ്റെ ഷെയർ ഇവർ ഏത് രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്, ഏത് അനുപാതത്തിലാണ് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതാണ് ഗെയിനിങ് റേഷ്യോ. ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദി ഔട്ട്ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ വിരമിച്ച പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയർ ഏതനുപാതത്തിലാണ് തുടരുന്ന പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നത് ആ റേഷ്യോയ്ക്കാണ് ഗെയിനിങ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ ബിക്കോസ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് സ്റ്റാൻഡ് ടു ഗെയിൻ ബൈ അക്വയറിംഗ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ പ്രോഫിറ്റ്. അപ്പോൾ തുടരുന്ന പാർട്ട്നേഴ്സിന് ഗെയിനാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് ഷെയർ ആണോ ന്യൂ ഷെയർ ആണോ ഏതായിരിക്കും കൂടുതലുണ്ടാവുക? ഓൾഡ് ഷെയറിനോട് ചേർത്ത് വിരമിച്ച പങ്കാളിയുടെ പ്രോഫിറ്റ് ഷെയറും കൂടി അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ന്യൂ ഷെയർ ആയിരിക്കും അധികം. അപ്പോൾ അതുകൊണ്ട് ഗെയിനിങ് റേഷ്യോ ഓർ ഗെയിൻ ഈസ് ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ന്യൂ ഷെയർ ആയിരിക്കും കൂടുതൽ. മറിച്ച് സാക്രിഫൈസിൻ്റെ കേസിൽ അതായിരുന്നില്ല, ഓൾഡ് മൈനസ് ന്യൂ ആയിരുന്നു സാക്രിഫൈസിൻ്റെ കേസിൽ. പക്ഷെ ഇവിടെ ഗെയിനിങ് ആയതുകൊണ്ട് ന്യൂ കൂടുതലാണ്, ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. നൗ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? 3 കോളംസ് നിങ്ങൾക്ക് കാണാം. ബേസിസ് ഓഫ് ഡിഫറൻസ്, സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ മീനിങ് ഇത് ഒരു പരിധിവരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്നതാണ്. മീനിങ്, സാക്രിഫൈസിങ് റേഷ്യോ, ദ റേഷ്യോ ഇൻ വിച്ച് ദി ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദി ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർക്ക് വേണ്ടി ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നത് ഏത് അനുപാതത്തിലാണോ അതിനാണ് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഗെയിനിങ് റേഷ്യോ, ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദി ഔട്ട്ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഇസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. ഔട്ട്ഗോയിങ് പാർട്ട്ണറുടെ ഷെയർ, റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ഷെയർ ഏത് അനുപാതത്തിലാണ് തുടരുന്ന പാർട്ട്നേഴ്സ് പങ്കിട്ടെടുക്കുന്നത് ആ അനുപാതത്തെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. വെൻ ടു കാൽക്കുലേറ്റ്, എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, പിന്നെ ഈ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന അഡ്മിഷൻ്റെ സമയത്ത് ഈ ഒരു ടേം തന്നെ ആലോചിച്ചാൽ മതി. അഡ്മിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഈ സമയത്താണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് സാക്രിഫൈസിങ് റേഷ്യോ. പക്ഷേ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റിനും ഡെത്തിൻ്റെയും അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൻ്റെയും സമയത്താണ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ സമയത്ത് ചില പാർട്ട്നേഴ്സിന് ഗെയിൻ ചെയ്യും, ചിലർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് അഡ്മിഷൻ, മറ്റേത് റിട്ടയർമെൻറ്റ് പ്രധാനമായിട്ടും. പിന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ രണ്ടിലും ഒരേപോലെ ഉണ്ട്. പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു നോ ഹൗ മച്ച് ഈച്ച് പാർട്ട്ണർ നീഡ് ടു സാക്രിഫൈസ് ഫോർ ദ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർക്ക് വേണ്ടി ഓരോ പങ്കാളിയും എത്രമാത്രം സാക്രിഫൈസ് ചെയ്യണം എന്ന് കണക്കാക്കാനാണ്, അല്ലെങ്കിൽ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്ന് കണക്കാക്കാനാണ് സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഗെയിനിങ് റേഷ്യോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു നോ ഹൗ മച്ച് ഈച്ച് പാർട്ട്ണർ വിൽ ഗെയിൻ വെൻ എ പാർട്ട്ണർ റിട്ടയേഴ്സ് ഓർ ഡൈ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ഓരോ പാർട്ട്ണറും, ഓരോ കണ്ടിന്യൂയിങ് പാർട്ട്ണറും എന്തുമാത്രം ഗെയിൻ ചെയ്യുന്നു, ഹൗ മച്ച് മോർ ഈച്ച് പാർട്ട്ണർ വിൽ ഗെയിൻ വെൻ എ പാർട്ട്ണർ റിട്ടയേഴ്സ് ഓർ ഡൈസ്. അവർ എത്രമാത്രം ഗെയിൻ ചെയ്യുന്നുണ്ട് ഓരോ പാർട്ട്ണറും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിനിങ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്, നമ്മൾ മുകളിൽ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഷെയർ ദി ഗുഡ് വിൽ brought in cash by the new partner between old partners. ഇത് എന്തിനാണ് സാക്രിഫൈസിങ് റേഷ്യോ ഉപയോഗിക്കുന്നത്? ഗുഡ് വില്ലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് പുതിയ പങ്കാളി കൊണ്ടുവന്ന, അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുവന്ന ഗുഡ് വില്ല് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ല, സാക്രിഫൈസ് നടത്തിയ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതിക്കുന്നത്. അതേസമയം ഗെയിനിങ് റേഷ്യോ ഈസ് യൂസ്ഡ് to determine the compensation payable to the retiring partner by the continuing partners. രണ്ടും ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന്, പുതിയ പങ്കാളി, അഡ്മിഷൻ്റെ കേസ് സാക്രിഫൈസിങ് റേഷ്യോ ആണെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ് വില്ലിൻ്റെ ഷെയർ പങ്കിട്ടെടുക്കുന്ന അനുപാതമാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ആണെങ്കിൽ പിരിഞ്ഞു പോകുന്ന പങ്കാളിക്ക് ഗുഡ് വിൽ ഷെയർ കൊടുക്കണം. അത് ഓരോ പാർട്ട്ണറും, അതായത് തുടരുന്ന ഓരോ പാർട്ട്ണറും എത്ര വീതം കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനാണ് ഗെയിനിങ് റേഷ്യോ സഹായിക്കുന്നത്. ഈ കാൽക്കുലേഷൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഓൾഡ് ഷെയർ ആയിരിക്കും സാക്രിഫൈസിങ് റേഷ്യോയിൽ കൂടുതൽ, സ്വാഭാവികമായിട്ട് അപ്പോഴാണല്ലോ സാക്രിഫൈസ് ഉണ്ടാവുക. കുറഞ്ഞു പോകുമ്പോഴല്ലേ സാക്രിഫൈസ് എന്ന് പറയും. അതേസമയം മറ്റേതാണെങ്കിലോ ന്യൂ ഷെയർ, ഗെയിൻ ഇസ് ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇഫക്റ്റ് ഓൺ ക്യാപിറ്റൽ, ഒന്ന് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കും, മറ്റേത് ക്യാപിറ്റൽ കുറയ്ക്കും. ഏതാ ക്യാപിറ്റൽ? സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ക്രെഡിറ്റഡ് ഇൻ ദി സാക്രിഫൈസിങ് റേഷ്യോ. അപ്പം ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾഡ് പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് കിട്ടും. അതേസമയം ഗെയിനിങ് റേഷ്യോ ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ ഡെബിറ്റഡ് ഇൻ ദി ഗെയിനിങ് റേഷ്യോ. ഇനി ഏത് വിധത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേറ്റിംഗ് ഗെയിനിങ് റേഷ്യോ, ഡിഫറെൻറ്റ് കേസസ്. ഒന്നാമത്തെ കേസ് നോക്കൂ, റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. റിലേറ്റീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾഡ് റിലേറ്റീവ് റേഷ്യോ, ന്യൂ റിലേറ്റീവ് റേഷ്യോ. നേരത്തെ പറഞ്ഞ കേസ് അനുസരിച്ച് എയും ബിയും സിയും പാർട്ട്നേഴ്സാണ്. 2:1:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ പണ്ട് ലാഭം പങ്കുവച്ചിരുന്നത്. അതിൽ സി പിരിയുന്നു. അപ്പോൾ അവരുടെ എയുടെയും ബിയുടെയും റിലേറ്റീവ് റേഷ്യോ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ 2:1 ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോയും 2:1 തന്നെയാണെങ്കിൽ നമുക്ക് പറയാം റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ് ആണ്, മാറ്റമില്ലാതെ തുടരുന്നു. അടുത്ത് നോക്കൂ, വെൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈസ് ചേഞ്ച്ഡ്.
ദ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് ഈസ് given. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസ്. ഒന്ന്, അവരുടെ റിലേറ്റീവ് റേഷ്യോ, പുതിയ റിലേറ്റീവ് റേഷ്യോ മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കായി തന്നിരിക്കുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചുരുക്കി പറഞ്ഞാൽ റിലേറ്റീവ് റേഷ്യോയിൽ മാറ്റം വരുന്നു. ഓൾഡ് റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതേപോലെ ന്യൂ റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി മാറിയിരിക്കുന്നു. ആദ്യം ഉണ്ടായിരുന്നത് 2:1, ഇപ്പോൾ ഉള്ളത് 3:1 ആണെങ്കിൽ അത് മാറിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് നോക്കൂ. when the continuing partners acquire or purchase the retiring partners share of profit in an agreed ratio. അപ്പോൾ നമ്മുടെ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണർ ആരാണ്? എ ബി സിയിൽ 2:1:1 1/4 1/4 പ്രോഫിറ്റിന് അർഹതയുള്ള സി ആണ് പിരിഞ്ഞു പോകുന്നത് 2:1:1. അപ്പോൾ അയാളുടെ 1/4 ഷെയർ ഒരു പ്രത്യേക അനുപാതത്തിലാണ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് വാങ്ങുന്നത് എങ്കിൽ, ഒരു പ്രത്യേക അനുപാതത്തിൽ 1/4 ഷെയർ ഒരു പ്രത്യേക അനുപാതത്തിലാണ്, അതിൽ ഒരു 60% എ എടുക്കുന്നു, 40% ബി എടുക്കുന്നു എന്നൊരു അനുപാതത്തിലാണെങ്കിൽ, അപ്പോൾ 60% എന്ന് പറയുമ്പോൾ ആ 1/4ൻ്റെ 6/10 അല്ലെങ്കിൽ 3/5 എ എടുക്കുന്നു, റിമൈനിങ് 2/5 ബി എടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് മൂന്നാമത്തെ കേസ്. ഇനി നാലാമത്തെ കേസ് നോക്കൂ. when the entire share of the retiring partner is taken by only one continuing partner. അപ്പോൾ ഒരു തുടരുന്ന പാർട്ണർ എന്ത് ചെയ്യുന്നു? entire share of retiring partner is taken by only one. എ എന്ത് ചെയ്യുന്നു? ഈ 1/4 ഷെയർ ഉണ്ടല്ലോ സിയുടെ, അത് എ മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കുന്നു. ബിക്ക് ഒന്നും കിട്ടുന്നില്ല, ബി ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല, മൊത്തം എടുക്കുന്നത് എ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അയാളുടെ മറ്റേ ആളുടെ ഗുഡ് വില്, ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഗുഡ് വില് മൊത്തം ആരെന്നെ കൊടുക്കേണ്ടി വരും? എ കൊടുക്കേണ്ടി വരും. കാരണം മൊത്തം പ്രോഫിറ്റ് ഷെയറും ലഭിക്കുന്നത് എക്കാണ് എന്നതുകൊണ്ട്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ആണ് നമ്മുടെ മുന്നിൽ എറൈസ് ചെയ്യാൻ ഇടയുള്ളത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഒന്നാമത് നോക്കൂ. റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. റിലേറ്റീവ് റേഷ്യോയിൽ മാറ്റം വരുന്നില്ല. ഇഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് മെയിൻറ്റെയിൻ ദെയർ റിലേറ്റീവ് റേഷ്യോ, ദ ഗെയിനിങ് റേഷ്യോ ആൻഡ് ദ ന്യൂ റേഷ്യോ വിൽ ബി ദി സെയിം. നേരത്തെ പറഞ്ഞ അതേപോലെയാണ്, വേറെ കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അവർ തമ്മിലുള്ള റിലേറ്റീവ് റേഷ്യോ സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും രണ്ടും ഒന്നായിരിക്കും. അതിൽ ബോക്സിൽ എഴുതി നോക്കൂ. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ വിൽ ബി ദി സെയിം. രണ്ടും ഒന്നായിരിക്കും. പക്ഷേ എന്താണ് കണ്ടീഷൻ? റിലേറ്റീവ് റേഷ്യോ പണ്ടത്തതും പഴയത് ഓൾഡ് അതേപോലെ ന്യൂ സെയിം ആയിരിക്കണം. എയും ബിയും ആദ്യം 2:1 ആണ് അവരുടെ റിലേറ്റീവ് റേഷ്യോ, രണ്ടാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ. ന്യൂ റേഷ്യോയും 2:1 തന്നെ ആയിരിക്കണം. അപ്പോൾ അത് സെയിം ആണെങ്കിൽ ഗെയിനിങ് റേഷ്യോയും 2:1 തന്നെ ആയിരിക്കും. പോയിന്റ്. ഇനി ഒന്നാമത് കേസ് നോക്കിക്കോളൂ. ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അൺചേഞ്ച്, മാറ്റമില്ലാതെ തുടങ്ങി. എക്സ്, വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 1/2, 3/10, 1/5. അത് കോമൺ ഡിനോമിനേറ്ററിലേക്ക് മാറ്റുമ്പോൾ 5/10, 3/10, 2/10. 5:3:2. XYZൻ്റെ 5:3:2. കാൽക്കുലേറ്റ് ദ ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ഇഫ് എക്സ് റിട്ടയേഴ്സ്. എക്സ് റിട്ടയർ ചെയ്യുന്നു, വേറെ ഒന്നും ക്വസ്റ്റനിൽ പറയുന്നില്ല. എക്സ് റിട്ടയർ ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നു. എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആളാണ്, 5/10ൻ്റെ ആളാണ്. അപ്പോൾ ഓൾഡ് റേഷ്യോ എന്താണ്? എക്സും വൈ, X:Y:Z എന്താണ്? 5:3:2. അതിൽ 5ൻ്റെ ആളാണ് പോകുന്നത്. ബാക്കിയുള്ളവരുടെ റിലേറ്റീവ് റേഷ്യോ 3:2 ആണ്, ഓൾഡ് റിലേറ്റീവ് റേഷ്യോ. ന്യൂ റേഷ്യോ എന്ത് തന്നെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റിലേറ്റീവ് റേഷ്യോ അവർ തമ്മിലുള്ളത് ന്യൂ റേഷ്യോ 3:2 തന്നെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. നമ്മുടെ എന്താണ് അസംഷൻ? എന്താണ്? ന്യൂ റേഷ്യോ, അതായത് റിലേറ്റീവ് റേഷ്യോ മാറുന്നില്ല എങ്കിൽ ഗെയിനിങ് റേഷ്യോ എന്ത് തന്നെയായിരിക്കും? ന്യൂ റേഷ്യോ തന്നെ ആയിരിക്കും. നമ്മൾ നോക്കുന്നു ഗെയിനിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. വൈയുടെ ഷെയർ എത്രയാണ്? ന്യൂ ഷെയർ 3/5. ന്യൂ ഷെയർ 3/5 മൈനസ്, അവിടെ കാണാം, ന്യൂ ഷെയർ 3/5 മൈനസ് ഇത് വൈയുടെ പഴയ ഷെയർ 3/10 ഇസ് ഈക്വൽ ടു 3/10. ഇനി സെഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ. ആദ്യം ന്യൂ ഷെയർ എത്രയാണ്? 2/5. ന്യൂ ഷെയർ 2/5 മൈനസ് ഓൾഡ് ഷെയർ, ഇതാണ് ഇയാളുടെ 2/10 ഇസ് ഈക്വൽ ടു 2/10. അപ്പോൾ അവരുടെ ഗെയിനിങ് റേഷ്യോ നോക്കൂ 3:2 തന്നെയാണ്.
എന്തായാലും പ്രത്യേകത ഈ ഗെയിനിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും രണ്ടും സെയിം ആണ്. In this type of problem, case 1, gaining ratio is equal to new ratio. So in this type of problem, there is no need to calculate the gaining ratio. Gaining ratio calculate ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കേസ് 2 ഒന്ന് പരിശോധിക്കുന്നു. When the profit sharing ratio between continuing partners is changed, or the new ratio between remaining partners is given, പുതിയ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് റേഷ്യോയിൽ മാറ്റം വന്നാൽ അവിടെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മുടെ ഇക്വേഷനൊക്കെ സെയിം ആണ്. മറ്റൊരു കേസാണിത്. അതായത് റിലേറ്റീവ് റേഷ്യോ മാറുന്നു. ഓൾഡ് റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും ന്യൂ റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും ചേഞ്ച് ഉണ്ട്. ഇഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഇൻ സം അതർ റേഷ്യോ, the gaining ratio will also change. അപ്പോൾ gaining ratio മാറും. In this case, you have to apply the formula gaining ratio is equal to new share minus old share. In this case, old share and new share of continuing partners is given. അത് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടാവും. ഓൾഡ് ഷെയറും ന്യൂ ഷെയറും തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താനാവും. When the profit sharing, നമ്മൾ അതേ കേസ് തന്നെ രണ്ടാമത്തെ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. A, B and C were sharing profits in the ratio 3:2:1. അപ്പോൾ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2:1. സി റിട്ടയേഴ്സ് ഫ്രോം ദി ഫേം. സി പിരിഞ്ഞു പോകുന്നു. എ ആൻഡ് ബി ഡിസൈഡഡ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 7:5. അപ്പോൾ അവരുടെ ആദ്യത്തെ റേഷ്യോ റിലേറ്റീവ് റേഷ്യോ ഏതാണ്? അതിൽ ആരാണ് ആദ്യം പിരിഞ്ഞു പോയത് നോക്കുക. സി ആണ് പിരിഞ്ഞു പോയത്. എയുടെയും ബിയുടെയും ആദ്യത്തെ റിലേറ്റീവ് റേഷ്യോ 3:2 ആണ്. ഇപ്പോൾ അവർ 7:5 എന്നുള്ള പുതിയ റേഷ്യോയിൽ അവർ പിന്നെ ലാഭം പങ്കിടാൻ തീരുമാനിക്കും. ഇനി ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 7/12 അല്ലേ? 7 + 5 12. 7/12 മൈനസ് ഓൾഡ് റേഷ്യോ 3/6. അപ്പോൾ നമുക്ക് കിട്ടും 1/12 എന്ന് കിട്ടും. ഇനി ബിയുടെ ഗെയിൻ നോക്കാം. ബിക്ക് ന്യൂ ഷെയർസ് 5/12 മൈനസ് അയാളുടെ ആദ്യത്തെ ഷെയർ 2/3 + 2 + 1 6. 2/6 is equal to 1/12. അപ്പോൾ 1/12 is to 1/12 or gaining ratio 1:1 എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഈ മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ കിടക്കാം. When the continuing partners acquire the retiring partners share of profit in an agreed ratio. അപ്പോൾ പിന്നെ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയർ ഒരു പ്രത്യേക അനുപാതത്തിൽ നമ്മുടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ചെയ്യാണ്, പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 60% 40% അല്ലെങ്കിൽ 3/5 2/5 അക്വയർ ചെയ്യാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഹിയർ ന്യൂ റേഷ്യോ ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. കാരണം എന്താ, അവർ ഒരു പ്രത്യേക അനുപാതത്തിലല്ലേ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയറിംഗ് പ്രോഫിറ്റ് കരസ്ഥമാക്കുന്നത്. ആ അനുപാതം തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. ദ റേഷ്യോ ഇൻ വിച്ച് ദേ അക്വയർ ദ റിമൈനിങ് പാർട്ട്നർ ഷെയർ ഫോംസ് ദി ഗെയിനിങ് റേഷ്യോ. അപ്പോൾ അതാണ്. അപ്പോൾ ആ അനുപാതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗെയിനിങ് റേഷ്യോ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. വി ക്യാൻ ഈസിലി അസർട്ടൈൻ ഇറ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ക്വസ്റ്റ്യനിൽ തന്നെ അത് അസർട്ടൈൻഡ് അല്ല, അസർട്ടൈൻ ഇറ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. A, B and C are partners sharing profits in the ratio of 3:2:1. A retires and his share is taken up or acquired by B and C in the ratio of 3:2. അപ്പോൾ ഇതിൽ ആരാണ് പിരിഞ്ഞു പോകുന്നത്? എ ആണ് പിരിഞ്ഞു പോകുന്നത്. എയുടെ ഷെയർ എത്രയാണ്? 3/6 ആണ് എയുടെ ഷെയർ. ആ 3/6 എന്നുള്ള ഷെയർ ഞാൻ പറഞ്ഞ ടേക്ക് ഇറ്റ് ആസ് എ പീസ് ഓഫ് കേക്ക്. 3/6 പകുതി കേക്കാണ്. ആ പകുതി കേക്ക് 3:2 എന്നുള്ള റേഷ്യോയിൽ ബിയും സിയും ചേർന്ന് പങ്കിട്ടെടുക്കുന്നു. അപ്പോൾ ബിക്ക് എത്ര കിട്ടും, സിക്ക് എത്ര കിട്ടും? അപ്പോൾ 3/6ൻ്റെ 3/5 ബിക്കും 3/6ൻ്റെ 2/5 സിക്കും ലഭിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ഷെയർ അക്വയർഡ് ബൈ ബി 3/6ൻ്റെ 3/5 3:2 എന്നുള്ള റേഷ്യോയിലല്ലേ. അപ്പോൾ ഇതാണ് 3/6 അയാളുടെ ഔട്ട് ഗോയിങ് പാർട്ട്ണറായ എയുടെ ഷെയർ ആണ്. അതിൻ്റെ 3/5 ഭാഗം എന്ന് പറയുന്നത് 9/30 ആണ്. അതേസമയം എ ഷെയർ അക്വയർഡ് ബൈ സി എത്രയാണ്? ഇതാണ് ഔട്ട് ഗോയിങ് റിട്ടയർഡ് പാർട്ട്ണർ എയുടെ ഷെയർ. അതിൻ്റെ 2/5 അത് 6/30. ഇതാണ് സിക്ക് കിട്ടുന്നത്. അപ്പോൾ ബിക്ക് കിട്ടുന്നത് 9/30 സിക്ക് കിട്ടുന്നത് 6/30. 9:6 എന്നതാണ്, അല്ലെങ്കിൽ 9:6 അല്ലെങ്കിൽ
എത്രയാണ്? 3:2. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കേസിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല, ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. 9:6 പറഞ്ഞാൽ 3:2 ആണ്, രണ്ടും തുല്യമാണ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ന്യൂ ഷെയർ ആണ്, ബിയുടെ ന്യൂ ഷെയർ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബിക്ക് ഇതാണല്ലോ പുതുതായി കിട്ടിയത്, അപ്പോൾ അയാളുടെ പഴയ ഷെയർ പ്ലസ് പുതുതായി അയാൾക്ക് കിട്ടുന്നത്. അപ്പം ബിയുടെ പഴയ ഷെയർ എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2/6 പ്ലസ് 9/30. സിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 1/6 പ്ലസ് 6/30 നോക്കിയാൽ മതി. അപ്പോൾ ബിയുടെ ന്യൂ ഷെയർ 2/6 പ്ലസ് 9/30. സിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 1/6 പ്ലസ് 6/30. അപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ നമുക്ക് കിട്ടും 19:11 എന്ന് കിട്ടും. സോ ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട 3:2 തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണിത്. ന്യൂ മൈനസ് ഓൾഡ്, ഇവിടെ ന്യൂ മൈനസ് ഓൾഡ്. അപ്പോൾ നമുക്ക് 9:6 അല്ലെങ്കിൽ 3:2 എന്ന് കിട്ടും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻ ദിസ് പ്രോബ്ലം actually there is no need to calculate gaining ratio. It can be ascertained from the question itself. Questionൽ തന്നെ അത് തന്നിട്ടുണ്ട്. കാരണം ഇതാ 3:2 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് കേസ് 3 തന്നെ വീണ്ടും ഒന്നുകൂടി. P, Q and R are partners sharing profits in the ratio 3:4:1. P, Q, R. P retires from the firm and surrenders 2/3 of his share to Q. അപ്പോൾ ആരാണ് റിട്ടയർ ചെയ്യുന്നത്? ഫസ്റ്റ് പേഴ്സൺ ആണ് റിട്ടയർ ചെയ്യുന്നത്, ഫസ്റ്റ് പാർട്ട്ണറാണ് പി റിട്ടയർ ചെയ്യുന്നു. അയാളുടെ ഷെയർ എത്രയാണ്? 3/3 + 4 + 1 8. 3/8 ആണ്. ആ 3/8ൻ്റെ 2/3 ആർക്ക് കൊടുക്കുന്നു? ക്യൂവിന് കൊടുക്കുന്നു. അതേപോലെ റിമൈനിങ് ഷെയർ ആർക്ക് കൊടുക്കുന്നു? റിമൈനിങ് ഷെയർ 1/3 ആർക്ക്? ആറിനും കൊടുക്കുന്നു. 1/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/8ൻ്റെ 1/3. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇതിൽ ഗെയിനിങ് റേഷ്യോ എത്രയായിരിക്കും? 2:1 ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഗെയിനിങ് റേഷ്യോ. ക്യൂവും ആറും തമ്മിലുള്ള ഗെയിനിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ 3:4:1 ക്വസ്റ്റ്യനിൽ തന്നതാണ്. പി റിട്ടേഴ്സ് പീസ് ഷെയർ എത്രയാണ് ഇതിൽ? 3/8. പീസ് ഷെയർ അക്വയർഡ് ബൈ ക്യൂ, ക്യൂവിന് എത്രയാണ് കിട്ടിയത്? അപ്പോൾ പിക്ക് ഉണ്ടായിരുന്ന 3/8ൻ്റെ 2/3 = 2/8. അതേപോലെ ആറിന് എത്രയാണ് കിട്ടുന്നത്? 3/8ൻ്റെ 1/3. അത് എത്രയാണ്? 1/8. അപ്പോൾ അവരുടെ ഗെയിനിങ് റേഷ്യോ 2:1. ഇനി ക്യൂവിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? ക്യൂവിൻ്റെ ഓൾഡ് ഷെയർ പ്ലസ് ഇയാൾ ഗെയിൻ ചെയ്ത 2/8. അപ്പം ഓൾഡ് ഷെയർ എത്രയാണ്? 4/8. ഇതാണ് ക്യൂവിൻ്റെ 4/8 പ്ലസ് അയാൾക്ക് പീൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് 2/8. ഇനി മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അയാൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് 1/8. ഇപ്പം അക്വയർ ചെയ്തിട്ടുള്ളതും 1/8 ആണ്. രണ്ട് 1/8 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2/8 എന്ന് കിട്ടും. അപ്പോൾ അവരുടെ റേഷ്യോ എത്രയായി? 6:2 ഓർ 3:1. ഏറ്റവും ചെറിയ നമ്പറിലേക്ക് റെഡ്യൂസ് ചെയ്യണം റേഷ്യോ. ഗെയിനിങ് റേഷ്യോ നമ്മൾ നേരത്തെ ഇൻ ദിസ് there is no need to calculate gaining ratio. It is already mentioned in the question. 2/3:1/3 or 2:1. Case 4. When the entire share of the retiring partner is taken by only one continuing partner. അപ്പം ഒരാൾ എന്ത് ചെയ്യുന്നു? റിട്ടയറിംഗ് പാർട്ട്ണറുടെ മൊത്തം പ്രോഫിറ്റ് ഷെയർ അയാൾ കരസ്ഥമാക്കുന്നു, അയാൾ വാങ്ങുന്നു. ഓക്കെ, സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്ത് നോക്കാം. എ ബി ആൻഡ് സി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:2:1. ഇതാണ് ഓൾഡ് റേഷ്യോ. ബി റിട്ടേഴ്സ്. അപ്പോൾ ബിയുടെ ഷെയർ എത്രയും? 2/5. ആൻഡ് ഹിസ് ഷെയർ ഈസ് എൻറ്റയർലി ടേക്കൺ ബൈ സി. അതായത് ഈ 1/5ൻ്റെ ആൾ ഇയാളെ ഷെയർ മൊത്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നു. കാൽക്കുലേറ്റിംഗ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് റേഷ്യോ 2:2:1. ബി റിട്ടേഴ്സ് ആൻഡ് ബി ഷെയർ ഈസ് എൻറ്റയർലി ടേക്കൺ ഓവർ ബൈ സി. ബിയുടെ ഷെയർ എത്രയാണ്? 2/5. എസ് ന്യൂ ഷെയർ. എയുടെ ഷെയർ എത്ര തന്നെയാണ്? പഴയ ഷെയർ തന്നെ 2/5 തന്നെ. സിയുടെ ഷെയറിലാണ് മാറ്റം വരുന്നത്. സിയുടെ ഓൾഡ് ഷെയർ 1/5 ആയിരുന്നു. പ്ലസ് ബിയുടെ ഷെയർ മൊത്തത്തിൽ സിക്ക് കിട്ടി പ്ലസ് 2/5 = 3/5. ന്യൂ റേഷ്യോ എത്രയായിരിക്കും? 2:3 എന്നതായിരിക്കും ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എത്രയാണ്? എയുടെ ഗെയിൻ 0 ആണ്, സിയുടെ ഗെയിൻ ഒരു റേഷ്യോ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല, സിക്ക് മാത്രമേ ഗെയിനുള്ളൂ 2/5. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണക്കാക്കാൻ, ഗെയിനിങ് റേഷ്യോ കണക്കാക്കാനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ
അക്കൗണ്ടിങ് കോംപ്ലക്സിറ്റി ഓൺ റിട്ടയർമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും.